ഇസ്രായേൽ ജനം ഫറവോന്റെ കൽപ്പനയെല്ലാം വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ചെങ്കടലിന്റെ അരികിൽ കുറച്ചു പുറകിലായി ഒരു സ്ഥലത്ത് അവർ പാളയം ഇറങ്ങി. ഫറവോന് മനസ്സിലായി, ഇസ്രായേൽ ജനം ഇപ്പോൾ പോയാൽ തനിക്ക് അവരെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എങ്ങനെയും അവരെ പിന്തുടർന്ന് തിരികെ പിടിക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി ഫറവോനും സൈന്യവും അവരെ പിന്തുടരുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. മോശ തൻ്റെ വടിയോടുകൂടി ആ ചെങ്കടലിന് നേരെ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളരുവാൻ തുടങ്ങി. 600,000 ജനങ്ങൾക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ചെങ്കടൽ പിളർന്ന് ഉണങ്ങിയ നിലം അവിടെ ഉണ്ടായി. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അതിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. എന്നാൽ ഇവർ പോകുന്നത് കണ്ട് മിസ്രയീമ്യരും അതേ പാതയിലൂടെ അതേ വഴിയിലൂടെ ദൈവജനത്തെ പിന്തുടരുവാൻ മിസ്രയീമ്യർ ശത്രുജനം അവരുടെ പിന്നാലെ ഓടിയെത്തുവാൻ തുടങ്ങി. എന്നാൽ ജീവനുള്ള ദൈവം പ്രഭാതയാമത്തിൽ രാവിലെ സമയം ആ മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് മിസ്രയീമ്യ സൈന്യത്തെ ഉറ്റുനോക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. ഹല്ലേലൂയ. അതെ, ദൈവജനത്തിന് പോകുവാൻ ആ ചെങ്കടലിന്റെ നടുവിലുള്ളതായ വഴി ഉണങ്ങിയ നിലമായിരുന്നു. അവരുടെ രഥങ്ങൾക്ക് പോകുവാനോ അവരുടെ കുതിരകൾക്ക് പോകുവാനോ അവർക്ക് 600,000 ജനത്തിന് നടന്നു പോകുവാനോ ആ വഴിയിൽ കുഴഞ്ഞ ചെളി ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേ വഴിയിലേക്ക് ശത്രു സൈന്യം കാലെടുത്തു വെച്ചപ്പോൾ ശത്രുവിന്റെ രഥചക്രങ്ങൾ അവിടെ ചെങ്കടലിന്റെ അടിയിലുള്ളതായ ചെളിയിലെല്ലാം പുതഞ്ഞിട്ട് അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അപ്പോൾ തന്നെ മിസ്രയീമ്യർക്ക് മനസ്സിലായി, ശത്രു സൈന്യത്തിന് മനസ്സിലായി, യഹോവ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു. നാം ഇവരുടെ പിന്നാലെ പുറപ്പെട്ടാൽ അത് ശരിയാവുകയില്ല, നമുക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞ് അവർ തിരികെ മടങ്ങിപ്പോരുവാൻ ഒരുങ്ങിയെങ്കിലും അവർക്ക് മടങ്ങിപ്പോരുവാനും കഴിഞ്ഞില്ല. അതെ ദൈവ പൈതലേ, നിന്റെ പിന്നാലെ കടന്നു വരുന്നതായ പ്രതികൂലങ്ങൾ, നിന്നെ തോൽപ്പിക്കുവാൻ ശത്രു ഒരുക്കുന്നതായ കെണികൾ, ദൈവജനത്തിനു വേണ്ടി ഒരുക്കുന്നതായ പാതയിൽ കൂടി ഒരിക്കലും ദുഷ്ടനായ പിശാചിനെ കടന്നു വരുവാൻ കഴിയുകയില്ല. ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കിയതായ പാത, ജീവനുള്ള ദൈവം ഒരുക്കിയതായ പാതയിൽ കൂടി ശത്രുവായ പൈശാചിന് ഒരിക്കലും കടന്നു വരുവാൻ കഴിയുകയില്ല. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്തതാണെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച വിശ്വാസിയാകുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതികൂലങ്ങളുടെ ഇടയിൽ ശത്രു സൈന്യത്തിന് നേരെ നോക്കുന്ന അവിടെ രഥചക്രങ്ങളെ തെറ്റിച്ച് അവരുടെ ഓട്ടം പ്രയാസമാക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു.